ഇഫ് എ എക്സീഡ്സ് ബി ബൈ 40% ആൻഡ് ബി ഈസ് ലെസ് ദാൻ സി ബൈ 20%, ദെൻ എ ഈസ് ടു ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കണം മനസ്സിലാവും. ബി എന്ന് പറയുന്നത് എയുടെ സ്റ്റാർട്ട് എഴുതാം 40% കൂടുതലാണ്. ഓക്കെ, എ എക്സീഡ്സ് ബി ബൈ 40%, അപ്പോൾ 40% എക്ക് കൂടുതലാണ്. ആൻഡ് ബി ഈസ് ലെസ് ദാൻ സി, അപ്പോൾ സി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സിയേക്കാളും 20% കുറവാണ്. 20% കുറവ്, സോ 20% കുറവാണ് ബിക്ക്. ദെൻ എ ഈസ് ടു ബി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു കണക്കിന് നോക്കിയാൽ ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ആണ്. ആൻഡ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം റേഷ്യോയുടെ കേസ് പറയുമ്പോൾ ഇപ്പോൾ റേഷ്യോ ഉണ്ട് എ ഈസ് ടു ബി വിച്ച് ഇസ് ഈക്വൽ ടു 4:3 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ റേഷ്യോയും പെർസെൻറ്റേജ് നമ്മുടെ ബന്ധമല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ആക്ച്വൽ വാല്യൂ ഓഫ് എ എന്തായിരിക്കും? ആക്ച്വൽ വാല്യൂ ഓഫ് എ 4x, ആക്ച്വൽ വാല്യൂ ഓഫ് ബി എന്തായിരിക്കും? 3x, കാരണം അവർക്കായിട്ടുള്ള കോമൺ മൾട്ടിപ്ലയർ എക്സ് എന്നെടുത്തു. ഓക്കെ, ഈ 4x എന്ന് പറഞ്ഞ സംഖ്യയുടെ എത്ര പെർസെൻറ്റേജ് ആണ് 3x എന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു. അതായത് 4x ഈസ് പെർസെൻറ്റേജ് ഓഫ് 4x ഈസ് 3x, അത് ഞാൻ കണ്ടുപിടിക്കുകയാണ്. അപ്പം എന്നോട് ഞാൻ പറഞ്ഞു ഏതോ ഒരു പെർസെൻറ്റേജ് ഞാൻ പെട്ടെന്ന് എടുക്കുകയാണ്. ഏതോ ഒരു പെർസെൻറ്റേജ്, അതായത് ഏതൊരു പെർസെൻറ്റേജ്, അതൊരു പെർസെൻറ്റേജ് ഓഫ് 4x എന്ന് പറയുന്നത് 3x ആണ്. സോ അത് ഞാൻ കണ്ടുപിടിക്കുകയാണ്. സോ നമുക്ക് എങ്ങനെ കിട്ടും? എം ഈസ് ഈക്വൽ ടു 3x ഇതപ്പുറത്ത് പോയി 4x ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് വിക്സ് മൾട്ടിപ്ലൈ 3/4 ഇൻറ്റു 100. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ 3/4 എന്ന് വെച്ചാൽ 0.75 ആണ് ആൻസർ. അതായത് 1 0.75. അപ്പോൾ 100 എത്ര നമുക്ക് കണ്ടുപിടിക്കണം? 100 എത്ര കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അർത്ഥം എന്താ? 100 എത്ര മാർക്ക്, ദാറ്റ് ഈസ് പെർസെൻറ്റേജ്. 100 എത്ര എന്നുള്ള വാല്യൂവിനെ നമ്മൾ പെർസെൻറ്റേജ് എന്ന് ചേർത്തെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 100 കിട്ടുന്ന വാല്യൂവിനാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതാണ് കറക്റ്റ് കൺസെപ്റ്റ്. സോ 3/4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 75 എന്ന് കിട്ടും. അത് 100 കിട്ടിയത്. സോ ദാറ്റ് ഇറ്റ്സ് എ പെർസെൻറ്റേജ് വാല്യൂ. 75% എന്ന് കിട്ടി. അപ്പം അതിനർത്ഥം 75 ഇത് ഇവിടുന്ന് 75/100 ഇൻറ്റു 4x ആണ് 3x. അതായത് 4xൻ്റെ 75%, ഇത് മൊത്തത്തിൽ ഇത് വെട്ടിയിട്ട് 75% എന്ന് എഴുതും. സോ 75% ഓഫ് 4x ആണ് 3x. ഇപ്പോൾ നമ്മുടെ 4x എന്തുവാ? എ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 75% ഓഫ് എ ഈസ് ബി, അല്ലെങ്കിൽ 75% ഓഫ് എ ഈസ് ഈക്വൽ ടു ബി. സോ ഈ ഒരു നടയിൽ കിടന്ന ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ അവസാനം പെർസെൻറ്റേജിൻ്റെ വാല്യൂട്ട് കൊണ്ടുവത്തിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഏകദേശം റേഷ്യോയും സെയിം തന്നെയാണ്. ഇത് നമ്മുടെ ക്വസ്റ്റനിലോട്ട് വരുമ്പോഴത്തേക്കുവാണെങ്കിൽ ഞാനിപ്പം ഇയാൾക്ക് 100 എന്ന മാർക്ക് കൊടുക്കുവാണ്. എ ബിക്ക് 100 എന്ന വാല്യൂ കൊടുക്കുവാണെങ്കിൽ അതിനേക്കാൾ 40% കൂടുതലല്ലേ? അപ്പോൾ 100ൻ്റെ 40% ഇയാൾക്ക് കൂടുതൽ. 100ൻ്റെ 40% എന്ന് പറയുമ്പോൾ 40 തന്നെ. ഓക്കെ, അപ്പോൾ ബിക്ക് ഞാൻ 100 എന്നൊരു വാല്യൂ അസൈൻ ചെയ്തു. സോ ആ വാല്യൂവിന് 40% കൂടുതലാണ് എക്ക്. സോ 40% ഓഫ് 100 എന്ന് പറയുമ്പോൾ 40 തന്നെയാണ്, അത് കൂടുതലാണ്. സോ പ്ലസ്. അപ്പം ഇങ്ങനെ ഇടും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു സെക്ഷൻ മാറ്റി വെക്കും. ഇനി നമുക്ക് ബിയും സിയും മാത്രമുള്ള കണക്ഷൻ എടുക്കാം. ബിയും സിയും മാത്രമുള്ള കണക്ഷൻ എടുക്കുമ്പോൾ ഇതുപോലെ ബിയും സിയും മാത്രം എടുത്ത കണക്ഷൻ എടുക്കുമ്പോൾ ഇതേപോലെ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എയും പ്രത്യേകം വരയ്ക്കാം. ബിയും എയും തമ്മിൽ എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു റിലേഷൻ, ഇങ്ങോട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ 140 100. ഇനി സിക്ക് 100 ആണെങ്കിൽ ബിക്ക് ഈ 100നേക്കാൾ 20% കുറവാണ്, അതായത് 80. 20% 20, അത് കുറവ്. സോ 100 - 20 ഇറ്റ് ഇസ് 80. അങ്ങനെ 80% ആണ്. 80 അറിയാമല്ലോ, നമ്മളിപ്പോൾ ആക്ച്വൽ വാല്യൂ ആണ്. അപ്പം ഇപ്പോൾ ആക്ച്വൽ വാല്യൂ എല്ലാം കിട്ടി. നമുക്കിനി ഈ എയും ബിയും ഒരു പർട്ടിക്കുലർ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കിടക്കുക, ബിയും സിയും ഒരു പർട്ടിക്കുലർ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കിടക്കുക, ബിയും എയും ഇവരെ നമുക്ക് ഒറ്റ റേഷ്യോയിലോട്ട് കൊണ്ടുവരാം. അതിന് വേണ്ടി എ ബി സി എന്ന് എഴുതുന്നു. എന്നിട്ട് ഇവർ തമ്മിലുള്ള റേഷ്യോ എത്ര? 140 100. ബിയും സിയും എത്ര? 80 100. ഇനി അറിയാലോ, മറ്റേ കോളങ്ങൾ നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളവർ ഫില്ലപ്പ് ചെയ്യാം. ഇവിടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് 100 വെച്ച് ഫില്ലപ്പ് ചെയ്തു, ഇവിടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് 80 വെച്ച് ഫില്ലപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് എങ്ങനെ റേഷ്യോ എഴുതുന്നത്? 140 × 80 ഈസ് ടു 100 × 80 ഈസ് ടു 100 × 100 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എല്ലാത്തിനും 2 0 കണ്ടോ വെട്ടാലോ. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് 2 0 വെട്ടാം. നമ്മൾ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യേണ്ടതാണ്. 0 വെട്ടാം. പിന്നെ ഈ ഒരു ടേമിൽ നിന്ന് എടുക്കുന്ന കോമൺ ഫാക്ടർ ഇവിടെ നിന്നെല്ലാം വെട്ടാം. അങ്ങനെ നമ്മൾ വെട്ടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവസാനം 28:20 ചെയ്യണം. 25 കിട്ടും. സോ നമുക്ക് A/C ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് A/C അപ്പോൾ എന്തായിരിക്കും? ഏതാണ്ടിരിക്കുന്നു? സി താണ്ടിരിക്കുന്നു. സോ A/C 28:25 എന്ന് വരും. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു പാലിൻ്റെ വില കൂട്ടി. ഓക്കെ, പാലിൻ്റെ വില കൂട്ടിയ സമയത്ത് ഒരെണ്ണത്തിൻ്റെ വില, ഇതിനെയാണ് നമ്മൾ നോർമലി പ്രൈസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ഇൻറ്റു കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെയിം സാധനം എത്ര എണ്ണം വാങ്ങിച്ചു. സോ എത്ര എണ്ണം വാങ്ങിച്ചു. ഓക്കെ, ഇറ്റ് ഇസ് ഈക്വൽ ടു ആണ് എക്സ്പെൻഡിച്ചർ. ഇതാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ. അത് നമുക്കുണ്ടായ ചിലവെന്ന് പറയുന്നത് നമ്മളൊരു സാധനത്തിൻ്റെ ഒരു വിലയും എത്ര എണ്ണം വാങ്ങിച്ചു. ഇപ്പം 5 രൂപയുടെ സാധനം നമ്മൾ 10 എണ്ണം മേടിച്ചാൽ നമുക്ക് 50 രൂപ ചിലവായി. സോ നമുക്ക് എഴുതാം 5 രൂപയുടെ സാധനം 10 എണ്ണം മേടിച്ചാൽ നമുക്ക് 50 രൂപ ചിലവായി. ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കാം. ഇപ്പം ഒരു കടക്കാരൻ അയാളുടെ പേനയുടെ വില 5 രൂപയായിരുന്നു. പക്ഷേ അയാൾ എന്ത് ചെയ്തു? ഒരു ദിവസം 40% അതിനെ കൂട്ടിയെന്ന് വയ്ക്കുക. 40% കൂട്ടി. 40% കൂട്ടി, ഇതിൻ്റെ 40% കൂട്ടി. സോ 50ൻ്റെ 40% എത്ര? സോ 5ൻ്റെ 40%, 10% ഓഫ് 5 എന്ന് പറയുന്നത് തന്നെ 0.5 ആണ്. അപ്പം 40% 0.5 × 4 2 കിട്ടും. അതായത് 2 കൂട്ടി. അപ്പം
5+2 ഇപ്പോൾ 7 രൂപയെ വില. അപ്പോൾ 7 രൂപ ഒരു സാധനത്തിന് വില ആയിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ കൺസപ്ഷൻ എനിക്ക് മാറ്റാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും 10 രൂപ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ പൈസയിലും ഞാൻ എന്ത് കൂട്ടണം? 40% കൂട്ടിയേ പറ്റൂ. അതായത് ഇതിൻ്റെ 40% ഇപ്പോൾ ഞാൻ കൂട്ടി എൻ്റെ കയ്യിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് 10 മേടിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ 40% ഓഫ് 50 എന്താ? 10% ഓഫ് 50 എന്ന് പറയുന്നത് തന്നെ 5. 40% അപ്പോൾ എന്തുമായിരിക്കും? 20. സോ 5 6 70 കൊണ്ടുപോകണം. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ വെച്ചാൽ കണക്ക് കറക്റ്റായി. 10 ഉണ്ടോ 70 വന്നതുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഒരു സാധനത്തിൻ്റെ വില എത്ര ശതമാനം അവർ കൂട്ടിയോ അത്രയും ശതമാനം തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ, അതായത് ചിലവിലും നമ്മൾ കൂട്ടണം. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം ആദ്യം പേനയുടെ വില 5 രൂപയായിരുന്നു, കടക്കാരൻ അത് 40% കൂട്ടിയെങ്കിൽ നമുക്ക് ഇപ്പോഴും നമ്മുടെ കൺസപ്ഷനിൽ മാറ്റമില്ലാതെ, അതായത് അതേ അളവ് പേന അല്ലെങ്കിൽ അതേ എണ്ണം പേന നമുക്ക് ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾ കൂട്ടി അത്രയും പെർസെൻറ്റേജ് കൂടുതൽ പൈസ കൊണ്ടുപോകണം. ഓക്കെ, അതാണ് ഇതിൻ്റെ കണക്ക്. ഇപ്പോൾ ഈ 40% നമ്മൾ 1% എങ്കിലും കുറഞ്ഞാൽ നമുക്ക് 10 പേന ഉറപ്പായിട്ടും കിട്ടത്തില്ല. ഓക്കെ, സോ പെർസെൻറ്റേജ് വില കൂട്ടി. അപ്പോൾ എക്സ്പെൻഡിച്ചറും 8% കൂടി. ഇത് കണ്ട പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഇസ് ഈക്വൽ ടു ആൻ എക്സ്പെൻഡിച്ചർ. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ആൻ എക്സ്പെൻഡിച്ചർ. ഇത്രയേ ഉള്ളൂ. 35% പ്രൈസ് കൂടിയെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറും 35% തന്നെ കൂടണം. അങ്ങനെ കൂടിയില്ല എന്നുണ്ടെങ്കിൽ കൺസപ്ഷൻ ഉറപ്പായിട്ടും കുറയും. അപ്പോൾ ഇവിടെ 35% അല്ല 8 കൂടിയിട്ടുള്ളൂ. സോ അതുകൊണ്ട് കൺസപ്ഷൻ ഉറപ്പായിട്ടും കുറയും. സോ കൺസപ്ഷനിലുള്ള ഹൗ മച്ച് ദ കൺസപ്ഷൻ മസ്റ്റ് ബി റെഡ്യൂസ്ഡ്, അതായത് കൺസപ്ഷൻ എത്ര കുറഞ്ഞു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പഴയ വില അല്ലെങ്കിൽ പഴയ ഒരു വാല്യൂ എന്ന് പഴയ വാല്യൂ ഇപ്പം നമുക്ക് പഴയ വില അല്ലെങ്കിൽ പഴയ വാല്യൂ ഓക്കെ, പഴയ വാല്യൂ ഇപ്പോൾ എനിക്ക് 30 എൻ്റെ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂ ഇപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് ഒരു 50. അപ്പോൾ 30 നിന്നും 50 വരുമ്പോഴത്തേക്കും എത്ര? 20 രൂപ അല്ലെങ്കിൽ 20ൻ്റെ ഒരു വ്യത്യാസമല്ലേ ഇവിടെ വരുന്നത്. ഓക്കെ, ആ 20 അപ്പം 20 ഇവിടുത്തെ ഒരു വ്യത്യാസം. അപ്പോൾ ഇപ്പോഴും ഒരു കാര്യം നോക്കിയാൽ ഈ 20 എന്ന് പറയുന്നതിനെ നമ്മൾ ആദ്യത്തെ വില വെച്ചിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. നമ്മൾ എപ്പോഴും എല്ലായിടത്തിൽ ചെന്നിട്ട് പറയുന്നത് എങ്ങനെയായിരിക്കും? 30 രൂപയായിരുന്നു, ഇപ്പോൾ 50. സോ അപ്പോഴും നമ്മൾ 30-നാണ് സ്ട്രെച്ച് കൊടുക്കുന്നത്. 30-നെയാണ് പഴയ വില അടിസ്ഥാനമൊക്കെ നമ്മൾ പറയുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ചേഞ്ച് അല്ലെങ്കിൽ 20-നെ നമ്മൾ 30-ൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സോ അതിനർത്ഥം 30 രൂപയായിരുന്നു, ഇപ്പോൾ 20 കൂടി. ഓക്കെ, നമ്മൾ ആ ഒരു കൂടലിനെ പെർസെൻറ്റേജ്, അത് ഇത്രയേ ഉള്ളൂ. ഈ ചേഞ്ചിനെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഇവർക്കുണ്ടായ ഒരു വ്യത്യാസത്തിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂൻ്റെ ബേസ് അവിടെ വരുന്നത് 30, അതായത് ഫസ്റ്റ് വാല്യൂ ആയിരിക്കും. സോ ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ നമുക്ക് 66 പോയിൻറ്റ് സംതിങ് കിട്ടും. അത് ഇത്രയേ ഉള്ളൂ. 30-ൻ്റെ 66.6667% ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, പെർസെൻറ്റേജ് എങ്ങനെ പറയും? 30-ൻ്റെ 66% ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 30-ൻ്റെ 66 സംതിങ് എന്ന് പറയുമ്പോൾ അത് ഇൻക്രീസ്ഡ് ആയി. അപ്പോൾ അതിനർത്ഥം എന്താ? 30 വാല്യൂ, ഇപ്പം ഈ 30-ൻ്റെ 66 സംതിങ് എന്ത് ചെയ്തു? ഇൻക്രീസ് ആയി. 30-ൻ്റെ 66 സംതിങ് കണ്ടുപിടിക്കാൻ നമുക്ക് നോർമൽ ഫോർമുല വെച്ചാൽ അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി 50 ഇപ്പോഴത്തെ വാല്യൂ. സോ ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ആദ്യം എത്ര ഒരു പ്രൈസ് ഉണ്ടായിരുന്നു, അപ്പോൾ എത്ര ഒരു കൺസപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് എത്ര ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായിരുന്നു. സിമിലർ രണ്ടാമത് നമുക്കൊരു പർട്ടിക്കുലർ പ്രൈസ് അവർ കൂട്ടി, അപ്പോൾ നമ്മുടെ കൺസപ്ഷൻ യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ കൺസപ്ഷൻ കുറഞ്ഞു. നമ്മൾ വില ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൂട്ടിയില്ലെങ്കിലും കുറച്ച് കൂടി. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു പ്രൈസ് ഓഫ് ദ മിൽക്ക് ഈസ് ഇൻക്രീസ്ഡ് ബൈ 35% എന്ന് പറഞ്ഞു. പ്രൈസിൽ നമ്മൾ ആദ്യത്തെ വില 100 എടുത്താൽ ഇപ്പോൾ എത്ര ആയിരിക്കും? മിൽക്കിൻ്റെ പ്രൈസ് 135 ആയിരിക്കും അല്ലേ. സോ ഇവിടെ എത്രയാണ് അവർ പറയുന്നത്? പ്ലസ് അല്ലെങ്കിൽ 135% കൂടി. ഓക്കെ ഓക്കെ, അതുപോലെ ഇവിടെ 100 ആയിരുന്നു, ഇപ്പം 8% കൂടി. അപ്പോൾ ഇവിടെ എത്ര? 108 ആവും കേട്ടോ. ഇവിടെ രണ്ട് ഞാൻ 100 എന്നാണ് എടുത്ത് പ്രത്യേകം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ്, ഇത് രണ്ടാമത്തെ കേസ്. ഓക്കെ, ആദ്യത്തെ കേസിലെ കൺസപ്ഷൻ, അതായത് ഇവിടുത്തെ കൺസപ്ഷൻ C1 വിച്ച് ഈക്വൽ ടു എത്ര കിട്ടും? 100/100 1 കിട്ടും. ഇവിടുത്തെ കൺസപ്ഷൻ എത്ര കിട്ടും? കൺസപ്ഷൻ 2, അതായത് C2 ഇത് എത്ര കിട്ടും? ഇത് 108/135 എന്ന് കിട്ടും. അപ്പം ഫസ്റ്റത്തെ ഉണ്ട്, സെക്കൻഡത്തും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വാല്യൂ നിന്ന് രണ്ടാമത്തെ വാല്യൂലോട്ട് വന്നപ്പോൾ ഉള്ള പെർസെൻറ്റേജ് ചേഞ്ച് അതെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ വാല്യൂ ഇപ്പോൾ എത്ര? ഇതല്ലേ ഈ 108/135. 108/135 ഒറിജിനൽ വാല്യൂ ഓർ ഇനിഷ്യൽ വാല്യൂ അത് 1 ബൈ ഈ വാല്യൂ തന്നെ താഴെ വരും. അത് ആദ്യ വാല്യൂ ഇൻറ്റു 100 ചെയ്യുക. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 0.8 -1 എന്ന് പറയുമ്പോൾ എത്ര വരും? -0.2 വരും ബൈ 1 × 100 ഇസ് ഈക്വൽ ടു -20%. മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൺസംഷൻ 20% കുറഞ്ഞു. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ ചെയ്തത് ഫസ്റ്റ് കേസ് മൊത്തത്തിൽ നമ്മൾ അസ്യൂം ചെയ്തു. അത് എത്രയേ ഉള്ളൂ? 100 രൂപയുടെ സാധനം ഞാൻ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചു, അപ്പോൾ എനിക്ക് 100 രൂപയായുള്ളൂ. പിന്നെ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്തു. ഇത്ര 30% കൂടി, ഇവിടെ 8% കൂടി. സോ ഇപ്പോഴത്തെ കൺസപ്ഷൻ നമുക്ക് കിട്ടി. ഓൾറെഡി മുമ്പത്തെ ഞാൻ ഒന്നാന്ന് എടുത്തു. സോ എന്നിട്ട് നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിച്ചു. കാരണം പെർസെൻറ്റേജ് ചേഞ്ച് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടാണ്, അതായത് ആദ്യത്തെ വാല്യൂ നിന്ന് രണ്ടാമത്തെ വാല്യൂലോട്ട് വന്നപ്പോൾ ഉള്ള ഹൗ മച്ച് കൺസപ്ഷൻ മസ്റ്റ് ബി റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ റെഡ്യൂസ്ഡ് അല്ല, കൺസപ്ഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മതി. കാരണം ഓൾറെഡി റെഡ്യൂസ്ഡ് ആണ്, നമ്മുടെ നെഗറ്റീവ് സൈഡിന് മനസ്സിലായി റെഡ്യൂസ്ഡ് ആണെന്ന്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം 8% 35 തന്നെ ഇവിടെ ശരിയായാലേ
ഇവിടെ എന്താവുള്ളൂ, കറക്റ്റ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും കുറയും. സോ അതുകൊണ്ട് തന്നെ ഹൗ മച്ച് കൺസപ്ഷൻ മസ്റ്റ് ബി റെഡ്യൂസ്ഡ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പെർസെൻറ്റേജ് ആണ്, ചേഞ്ച് ആണ്, വ്യത്യാസമാണ് അവിടെ ചോദിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു.